കാബൂസ് കിച്ചൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പേസ്ട്രിയാണ്. ടൊമാറ്റോ പേസ്ട്രിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. എങ്ങനെ നല്ല അടിപൊളി പേസ്ട്രി വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ തക്കാളി, 4 തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരെണ്ണം നല്ല വലിപ്പമുള്ളതും ബാക്കി ഒരു മീഡിയം സൈസ്. പിന്നീട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് കോക്കനട്ട് പൗഡർ, തേങ്ങ പൊടിച്ചത്. ആദ്യം തന്നെ തക്കാളി ഇങ്ങനെ ഒരു ക്രോസ് ആക്കി കട്ട് ചെയ്യുക. ജസ്റ്റ് പകുതി വരെ മതി, മൊത്തമായിട്ട് കട്ട് ചെയ്യണ്ട. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇടുമ്പോൾ, തക്കാളി തിളച്ച വെള്ളത്തിലാണ് ഇടാൻ പോകുന്നത്. അപ്പം അതിൻ്റെ സ്കിന്ന് അല്ലെങ്കിൽ അതിൻ്റെ തൊലി നല്ല പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം തക്കാളിയിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് ശേഷം സോസ് പാനിലേക്ക് നല്ലതുപോലെ വെള്ളം വെട്ടി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഗ്യാസ് വെച്ച് ഇത് കുക്ക് ചെയ്യാത്തത് ഇത് ഓവറായിട്ട് തക്കാളി കുക്കായി പോവും. പിന്നെ അതിൻ്റെ ജ്യൂസ് എല്ലാം അങ്ങ് ഇറങ്ങും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സോസ് പാനിൽ നല്ലപോലെ വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊരു ലിഡ് വെച്ച് കവർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പം നല്ലതുപോലെ കുക്കായിട്ടുള്ള തക്കാളി. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് ഒരു കണ്ണാപ്പ് വെച്ച് പകർന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചുകൂടെ റെഡ് കളർ എടുത്താൽ, നല്ലൊരു റെഡിഷ് കളർ എടുത്താൽ പേസ്ട്രിക്ക് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ആ വെള്ള കോട്ടിങ്, അതായത് തേങ്ങാപ്പൊടിയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാൻ. ഇനി സ്കിന്ന്, അതായത് തൊലി ഇളക്കി മാറ്റുകയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ അങ്ങ് ഇളകി വരും. നമ്മൾ ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കാണാൻ നല്ല കിടിൽ ലുക്കാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേസ്ട്രിയാണിത്. ഞാൻ ഇവിടെ കുറച്ച് കൊണ്ടുവരും, 4 തക്കാളി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തക്കാളി ചേർത്ത് ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആ തക്കാളിയുടെ ആ താഴത്തെ ആ ഞെട്ട് വരുന്ന ആ പോർഷൻ നമ്മൾ തക്കാളി അരിയുമ്പം അത് ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങ് മാറ്റാവുന്നതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ കട്ട് ചെയ്യുമ്പം അത് മാറ്റുന്നതാണ്. കണ്ടോ, നല്ല സിമ്പിളായിട്ട് ഇളകി വരും. പിന്നീട് ഇതെല്ലാം എല്ലാ തക്കാളി ആയാലും അതുപോലെ തന്നെ ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർക്കാവുന്നതാണ്. നമ്മൾ അല്ലാതെ പഞ്ചസാര ചേർത്താൽ നല്ല കട്ടിയായിട്ട് കിടക്കും. അതുകൊണ്ട് പൊടിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാം വീട്ടിൽ കിട്ടുന്നതാണ്. അപ്പം ഇടയ്ക്കൊക്കെ ചെയ്തു നോക്കാവുന്ന, കുട്ടികൾക്ക് കൊടുക്കാവുന്ന പറ്റിയൊരു പേസ്ട്രി. ഒരു മധുരവും അതുപോലെ തന്നെ പുളിയൊക്കെ ചേർന്ന ഒരു അടിപൊളി പേസ്ട്രിയാണിത്. അപ്പം നമ്മളിതെല്ലാത്തിനെയും തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുക. ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനൊരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഇനി ഇതൊരു ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി അടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഒരു തരി പോലും തൊട്ട് നോക്കുമ്പോൾ തരി പോലും വരാൻ പാടില്ല. അതൊന്ന് നന്നായിട്ടൊരു ജ്യൂസാക്കി അടിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്കത് അടിച്ചു മാറ്റാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വേറൊരു ബൗളിലേക്ക് കോൺഫ്ലവർ, ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് കലക്കി വെക്കാവുന്നതാണ്. ലംസ് ഒന്നും പാടില്ല, അതായത് ഒരു തരി പോലും കാണാതെ തരത്തിൽ വേണം. നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ കോൺഫ്ലവർ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കോൺഫ്ലവർ മിക്സ്ചർ. ഇതപ്പോൾ ഞാൻ നേരത്തെ തന്നെ മിക്സിയിൽ നന്നായിട്ട് ജ്യൂസ് പോലെ അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിലേക്ക് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര എത്രയാണോ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്
കോൺഫ്ലവറിൻ്റെ മിക്സ്ചർ ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് അതങ്ങ് കുറുകും. അപ്പം നന്നായിട്ട് അത് ഇളക്കിക്കൊണ്ടിരുന്നോണം, അല്ലെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് മൂക്കും അതായത് ഫ്ലെയിമിൽ കിടക്കുമ്പോൾ തന്നെ നന്നായിട്ട് റെഡ് കളർ വന്നുകൊണ്ടിരിക്കും. കാണാൻ നിങ്ങൾക്ക് നല്ല റെഡ് കളറായിട്ട് വരുന്നുണ്ട്. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ആ പാനിൽ നിന്ന് വിട്ട് വരണം, അതാണ് പരുവം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വേറൊരു ബൗളിലേക്ക്, ആ ബൗളിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യ് പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്യാൻ, അത് പരത്തിയിട്ട് വെക്കാം. ഇനി പ്ലേറ്റിലേക്ക് കുറച്ച് തേങ്ങാപ്പൊടി തൂക്കി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ടൊമാറ്റോ പേസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അലുവ പോലെ ജെല്ലി ടൈപ്പായിട്ട് ഇരിക്കുന്നതാണ്. തേങ്ങാപ്പൊടി തൂക്കി കൊടുക്കാവുന്നതാണ് മുകളിൽ ആവശ്യത്തിന്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ പേസ്ട്രി തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഇങ്ങനൊരു വെറൈറ്റി ആയിട്ടുള്ള ടൊമാറ്റോ പേസ്ട്രി ടേസ്റ്റിയാണ്, അതുപോലെ സിമ്പിളുമാണ് ചെയ്യാൻ. സോ താങ്ക് യു. നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് കാബൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി